നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിൽ 100% ഉറപ്പുള്ള ആദ്യത്തെ 3 ചാപ്റ്ററിലെ ചോദ്യങ്ങൾ. നിങ്ങളൊരു പേപ്പറും ബുക്കുമായിട്ട് ഇരിക്കുക, അങ്ങ് എഴുതിയെടുക്കുക. ആദ്യമേ സൂചിപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതി പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കും. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ട് പഠിച്ചോളുക, തകർത്ത് പഠിച്ചോളുക. ഓക്കെ, ചാപ്റ്റർ 1, 2, 3 ആദ്യത്തെ 3 ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഒന്ന് ഓർത്ത് വെച്ചോണം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റിനോ 2 മാർക്ക് ക്വസ്റ്റിനോ ചോദിക്കാം. ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഡൈഇലക്ട്രിക് പോളറൈസേഷൻ, ആക്സിയൽ ലൈൻ, ഇക്വിറ്റോറിയൽ ലൈൻ, ഗോസസ് തിയറം, പ്രൂഫ്, 3 ആപ്ലിക്കേഷൻസ്, കുളംസ് ലോ, വെക്ടർ ഫോം. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുള്ളൊരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ നോക്കുക. രണ്ടാമത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ, E = -dV/dx എന്നൊക്കെ വരും. പിന്നെ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. 2 കഴിഞ്ഞു. മൂന്നാമത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടുള്ള എല്ലാ റിലേഷൻസും, ഓംസ് ലോ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് തമ്മിലുള്ള റിലേഷൻ, കിർച്ചോഫ് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, വീൻസ്റ്റൺ ബ്രിഡ്ജ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചുകൊണ്ടങ്ങ് ബുക്ക്. ഒന്നുകൂടെ കേട്ട് നോക്കിക്കോണം. വളരെ സിമ്പിളായി ചെറിയൊരു ഷോർട്ട് വീഡിയോ. ഇങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് ചെയ്തു തരാം. കെമിസ്ട്രിയുടെ അടുത്ത ദിവസം 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരും, മാത്സിൻ്റെയും വരും. വാച്ച്. 100% നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും മക്കളെ. അത് നന്നായിട്ട് പഠിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക, നല്ല മാർക്ക് കിട്ടട്ടെ. നമ്മൾ മാക്സിമം അതിന് വേണ്ടി എഫർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാക്സിമം നല്ല മാർക്ക് കിട്ടാൻ എല്ലാവർക്കും, അതായത് ഇന്ന് വരെ പഠിക്കാത്തവർക്ക് പോലും നല്ല മാർക്ക് കിട്ടട്ടെ, നല്ലപോലെ പഠിക്കുന്നവർക്ക് മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രവർത്തിച്ചിട്ട് മാഷ് നിർത്തുന്നു. അടുത്ത വീഡിയോ പെട്ടെന്ന് വരും. നെവർ എവർ ഗിവ് അപ്പ്.